പ്രിയ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഈസി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയേക്കാമല്ലോ. കുക്കറിലാണ്. അതിനായിട്ട് ഒരു 2 തക്കോലം, ഒരു കറുകപ്പട്ടയുടെ കഷ്ണം, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 3-4 വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, പിന്നെ ആവശ്യമെങ്കിൽ ബിരിയാണിയല്ല, പിന്നെ ഒരു സവാള കനം കുറഞ്ഞരിഞ്ഞത്, ഇത്ര എടുക്കുക. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവോള അതിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. അപ്പോഴേക്കും നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ജീരകശാല അരി അരമണിക്കൂർ അത് കുതിർത്ത് വെച്ച ജീരകശാല അരി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അരിയുടെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയിൽ 2-3-4 തവി, ഇപ്പം ഞാനൊരു 3 തവി ചിക്കൻ കറി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായി ഇളക്കി ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുക്കറിൻ്റെ വെയിറ്റ് വെക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചാൽ കുക്കർ ബിരിയാണി റെഡിയാണ്. എനിവേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അടുക്കളയിൽ അധിക സമയം ചിലവഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കും ബാച്ചിലേഴ്സിനൊക്കെ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് കറിയുടെ കൂടെ കഴിക്കാം, കറിയില്ലെങ്കിൽ കറിയില്ലാതെയും കഴിക്കാം. എനിവേ കിടുക്കാച്ചി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇങ്ങനെ സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. Have a nice day.